അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാവുന്ന മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ, അതുപോലെ തന്നെ ശൈത്താന്മാര്, മൃഗങ്ങള്, ഇഴജന്തുക്കള്, എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളൊക്കെ ചോദിച്ചു, നമുക്ക് അള്ളാഹു തആല റഹ്മത്ത് നൽകി. റമദാനിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ചയോടുകൂടെ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നപ്പോ ശക്തമായ ചൂടായിരുന്നു. 1, 2, 3 ദിവസങ്ങൾ ശക്തമായ ചൂടനുഭവിച്ചപ്പോ അള്ളാഹുവിലേക്ക് കൈമലർത്തി അള്ളാഹുവിനോട് ജനങ്ങൾ ചോദിച്ചു, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്ന അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റഹ്മത്താവുന്ന മഴ നമ്മളിലേക്ക് 1, 2 ദിവസങ്ങളിൽ ലഭിച്ചു. ആ ചൂടിന്റെ കാഠിന്യം കുറഞ്ഞു. ചൂടില്ല എന്നല്ല, എത്രയോ ആളുകൾക്ക് ഗുണം ചെയ്തു, ചില ആളുകൾക്ക് പ്രയാസമുണ്ടാകും. അങ്ങനെ തന്നെയാണ് ദുനിയാവ്. എല്ലാവർക്കും എല്ലാം ഗുണം ലഭിക്കണമെന്നില്ല. മഴ ആവശ്യമുള്ളവരുണ്ടാകും, വെയിലാവശ്യമുള്ളവരുണ്ടാകും, സുഖവും ദുഃഖവും അതുപോലെ തന്നെ മറ്റു പലതും പലർക്കും പല രൂപത്തിലാണ്. എല്ലാവർക്കും എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞെന്നുമില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ എപ്പോഴും ഓർക്കണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. നമ്മൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാവശ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒറ്റ പ്രാവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ. വലിയ സമ്പന്നനാണ്, വലിയ സമ്പന്നനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ധാരാളം ഇബാദത്തിന്റെ ഉടമയാണ്. ധാരാളം ഇബാദത്ത് ചെയ്ത് സുജൂദ് ചെയ്യുന്ന കണ്ട് അസൂയപ്പെട്ട്, ശപിക്കപ്പെട്ട പിശാച് അസൂയപ്പെട്ടു അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഏതെങ്കിലും രൂപത്തിൽ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തി. വിജയിക്കാൻ കഴിഞ്ഞില്ല. സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു. സമ്പത്ത് മുഴുവനും നശിച്ച സമയത്തും അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു തന്നതാണ്, അൽഹംദുലില്ലാഹ്. ഭാര്യന്മാർ 9ഓളം ഭാര്യന്മാരുണ്ടായിരുന്നു. ഭാര്യന്മാർ ഒരു ഭാര്യയല്ലാത്ത എല്ലാ ഭാര്യന്മാരും കൈയൊഴിഞ്ഞു. സ്വന്തം നാട്ടുകാര് വെറുക്കപ്പെട്ടു, നാട്ടുകാരെ ആട്ടിവിട്ടു. 7ഓളം നാടുകളിലൂടെ സഞ്ചരിച്ച് റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു ഭാര്യ പൂർണ്ണമായും സംരക്ഷണം നൽകി. എല്ലാം ശരീര സമ്പത്ത് നശിച്ചു, സന്താനങ്ങൾ നശിച്ചു, ഭാര്യന്മാര് നശിച്ചു, എല്ലാം നശിച്ചു. സ്വന്തം ശരീരം കൊണ്ട് ഇബാദത്തിൽ മുഴുകിയിട്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെട്ടു എന്നല്ല, ശരീരത്തില് കരൾ വരെ ഹൃദയം വരെ ഒഴുക്കിലെത്തിയപ്പോ അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം കൈ ഉയർത്തിയത്. എനിക്ക് അല്പം പ്രയാസം നേരിട്ടിട്ടുണ്ട് പടച്ചോനെ, കരുണ ചെയ്യുന്നവരെ വെച്ചിട്ടും കരുണ ചെയ്യുന്നവരെ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ. ഈ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞതിന്റെ പേരിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല എല്ലാം തിരിച്ചു കൊടുത്തു. സമ്പത്തും സന്താനങ്ങളെയും ഭാര്യന്മാരെയും ശരീരമൊക്കെ തിരിച്ചു കൊടുത്തു. ഇതാണ് റഹ്മത്തിനെ കുറിച്ച് ചോദിക്കുന്ന 10 നാം അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് പറയേണ്ട 10 ഇതാ വിട പറയാൻ പോകുന്നു. അല്ലാഹു അനുഗ്രഹിക്കുന്നവരിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമദാൻ മാസം ആദ്യത്തെ ഒരാഴ്ച വിട പറയുമ്പോ കഴിഞ്ഞുപോയ നാളുകളിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് എല്ലാ നാളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളൊക്കെ റമദാൻ മാസം വന്നാൽ പള്ളികൾ മുഴുവനും പരിസരത്തുള്ള വയസ്സന്മാരും യുവാക്കളും കുട്ടികളൊക്കെ നിറയുമായിരുന്നു. കാലം മാറി, കോലം മാറിയിട്ടുണ്ട്. ഈ ഒരു പോക്ക് എവിടേക്കുള്ള പോക്കാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പള്ളികളൊക്കെ അലങ്കരിക്കപ്പെടുന്നുണ്ടോ? പള്ളികളിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. AC-യും അതിരൂപത്തിൽ മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ടോ? നോമ്പ് തുറക്കാൻ സുഭിക്ഷമായ ഭക്ഷണമുണ്ടോ? നോമ്പ് തുറക്കൽ മാത്രമല്ലല്ലോ റമദാൻ. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നഷ്ടപ്പെട്ട ധാരാളം ഫർളുകൾ ഖളാ വീട്ടാനുള്ള സമയമാണ്. ഫർളുകളിലുള്ള വീഴ്ചകൾ പരിഹരിക്കാൻ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. ധാരാളം തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ഇസ്തിഗ്ഫാറുകളും ഖുർആനോത്തുകളും ശരീരം കൊണ്ട് ചെയ്ത, അവന്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്ത ഒരുപാട്
ദോഷങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ പറ്റാവുന്ന മാസമാണ് റമളാൻ മാസം. അതിൽ എല്ലാവരും പങ്കാളികളായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പലരും മാറി നിൽക്കുന്നു. മിക്ക വീടുകളിലെ ആളുകളിൽപ്പെട്ട പലരും ഇന്ന് പള്ളികളിലേക്ക് അടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. വാർദ്ധക്യമുള്ളവരും യുവാക്കളും ധാരാളം കുട്ടികൾ, ഈ പരിസരത്തുള്ള കുട്ടികൾ വന്നാൽ പോലും ഈ പള്ളി നിറഞ്ഞ് നിൽക്കാൻ സ്ഥലമുണ്ടാവില്ല. പക്ഷേ നമുക്ക് ആളെ കൂട്ടണമെന്നല്ല പറഞ്ഞത്, ആളെ കൂട്ടേണ്ടവരുടെ ആവശ്യമില്ല. പക്ഷെ ഈ പോക്ക് പോയാൽ വരും കാലത്ത് നമ്മളുടെ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾ വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് റമളാൻ പരിശീലനത്തിന്റെ മാസമാണ്. ഖുർആൻ പഠിക്കേണ്ട, പരിശീലിക്കേണ്ട, നിസ്കാരം പഠിക്കേണ്ട, നിസ്കാരം പരിശീലിക്കേണ്ട, എല്ലാ വിഷയങ്ങൾക്കും പരിശീലനം നൽകേണ്ട മാസമാണ് റമളാൻ. ആ റമളാൻ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും, നമ്മളും, നമ്മുടെ കുടുംബങ്ങളും, നമ്മുടെ നാട്ടുകാരും, നമ്മുടെ സമുദായവും ഒരുങ്ങി തയ്യാറാവും. മിക്ക പള്ളികളിൽ തന്നെയാണ് പലരും പറയുന്ന ഒരവസ്ഥയാണ്, പഴയ കാലം പോലെയല്ല, ആളുകൾക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു. കൊറോണ നമുക്ക് വന്നൊരു വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ പാഠം പഠിച്ചു. ഒരുപാട് മാറ്റം നമ്മൾ വരുത്തി. നമ്മളിൽ വീണ്ടും ആ അവസ്ഥ തിരിച്ചു വന്ന റഹ്മാനായ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം നന്ദികേടാണ് ഞാനും നിങ്ങളും നമ്മളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ. എല്ലാവരും ഭരണകർത്താക്കന്മാരാണ്. അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടത് അവന്റെ വീട്ടിലുള്ള ഭാര്യ, മക്കളെ ദീനിയായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അവർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക, പരിശീലിക്കേണ്ട കാര്യങ്ങൾ പരിശീലിപ്പിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ ആഖിറത്തിൽ ഞാനും നിങ്ങളും നമ്മളുമൊക്കെ മറുപടി പറയേണ്ടി വരും. കൂടുതൽ ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് മഹത്വമുള്ള ഭക്തിത വിട പറയാൻ പോകുന്നു. കാരുണ്യത്തിന്റെ പത്താണ്. നമ്മളാൽ കഴിയുന്ന ഓരോ കാരുണ്യ പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും എല്ലാം കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ, അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പത്താണിത്. നമ്മൾ കരുണ ചെയ്യുമ്പോഴാണ് റഹ്മാനായ റബ്ബ് നമുക്ക് കരുണ ചെയ്യുക. അല്ലാഹു തആല അവരുടെ കോടാനക്കൂടി ജനങ്ങൾക്ക് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.